എൻ്റെ പൊന്നിടാവുകയെ ഒരു കാരണവശാലും മാർക്കോ സിനിമ ഫാമിലിയായിട്ട് പോയി കാണരുത്. കാരണം അത്രയ്ക്കും ബ്രൂട്ടൽ വയലൻസ് ആണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. എക്സ്ട്രീം വയലൻസ് മലയാള സിനിമയിൽ ഇതിനു മുന്നേ ഇങ്ങനൊരു പടം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത്രയ്ക്ക് ഒരു ബ്രൂട്ടൽ വയലൻസ് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ മനുഷ്യ ശരീരത്തിൽ മുറിവുകളൊക്കെ ഏൽപ്പിക്കുന്നതും അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ക്രൂരതയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റും. ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിനകത്തിലെ വയലൻസ് ആണ്. ഇതിനകത്തിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള വയലൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയേറെ ഹൈപ്പ് കിട്ടിയത്. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടതും. പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതെന്ത് വയലൻസാണ് ഇത്, ഇതിനകത്തിൽ എന്ത് വയലൻസ് ഉള്ളത്? കുറച്ച് ബ്ലഡ് കുറച്ച് കൂടുതൽ തെറിക്കുന്നു, അല്ലെങ്കിൽ നോർമൽ ആക്ഷൻ സിനിമയിലുള്ള അതേ വയലൻസ് അല്ലേ ഉള്ളൂ ഇതിനകത്തിലും. കുറേയധികം വലിച്ചു നീട്ടി ഭയങ്കര ലാഗ്, ഇങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചതൊക്കെ നേരെ ഉൾട്ടയായി. അത് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സ് സീൻ, അത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രൂട്ടൽ വയലൻസ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നോർമൽ വയലൻസേ ഉള്ളെങ്കിലും ക്ലൈമാക്സിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു എക്സ്ട്രീം വയലൻസ് ക്ലൈമാക്സിൽ കാണാൻ പറ്റും. അത് ബാക്കിയൊന്നും ഞാൻ പറയാനില്ല, കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോവും. പിന്നെ ഇതിനകത്തിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ടോണി ഐസക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ശരിക്കും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ പോയത്, ജഗദീഷ് ചേട്ടൻ്റെ. പക്ഷേ അത്രയ്ക്കുമുള്ള ഒരു ബ്രൂട്ടൽ വയലൻസ് ജഗദീഷ് ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഈ ടോണി ഐസക് എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ചെയ്തിട്ടില്ല. വയലൻസ് ഉണ്ട്, പക്ഷേ ഒരു ബ്രൂട്ടൽ വയലൻസ് എന്ന് പറയുന്ന ഒന്ന് ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടർ അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ക്യാരക്ടറുണ്ട്, വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. വയലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജഗദീഷ് ചേട്ടർ, ടോണി ഐസക് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് അതിനകത്തിൽ വയലൻസ് ഉണ്ട്. പിന്നെ മാർക്കോ, അതോടൊപ്പം തന്നെ ജോർജ് എന്ന് പറഞ്ഞ കഥാപാത്രം, മാർക്കോ ഉണ്ണിമൂന്നിന് ജോർജ് എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ളത് സിദ്ദിഖിക്ക. അപ്പം ഇവർ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ ഇതിന് മുമ്പേ നമ്മൾ വേറൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, മിഖായൽ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു സൈക്കോത്തരം അല്ലെങ്കിൽ ആ ഒരു വില്ലനിസം, എന്താ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ കണ്ടിട്ടില്ല. കാരണം അത്രയും ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്കിതിനകത്ത് ജോർജ് എന്ന കഥാപാത്രം ചെയ്ത സിദ്ദിഖിയൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് പാവം, അത്രയ്ക്കും പാവമല്ല, കുറച്ച് പാവമായിട്ട് എല്ലാം നമുക്ക് ക്ഷമിക്കാം, വിട്ടുകള എന്നിങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മിഖായൽ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നുള്ളത് മാർക്കോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കഥാപാത്രം വളരെ എക്സ്ട്രീം ബ്രൂട്ടലായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രീം വയലൻസ് ആയിരിക്കും ഇതിനകത്ത് കാണിച്ചു തരാൻ പോകുന്നത് എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ മാർക്കോ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു വലിയൊരു എക്സ്ട്രീം വയലൻസ് കണ്ടിട്ടുള്ളതെന്ന് പറയാൻ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ചെവി കടിച്ചു പറിക്കുന്ന ഒരു സീനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ ഇതിനകത്തിൽ ഒന്നും അത്ര ഒരു വലിയ ബ്രൂട്ടലായിട്ട് എനിക്ക് മാർക്കോ എന്ന കഥാപാത്രത്തിന് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത്രയും ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ. വയലൻസ് ഉണ്ട്, നല്ല രീതിക്കുള്ള വയലൻസ് മാർക്കോ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനുണ്ടെങ്കിലും അത്രയ്ക്കൊരു ബ്രൂട്ടലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ സിനിമയിൽ എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു രംഗമുണ്ട്. അത് നിങ്ങൾക്ക് കോമഡിയാണോ തോന്നിയത് എനിക്കറിയത്തില്ല, എനിക്കത് കണ്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്. അതായത് ഈ മാർക്കോയുടെ കൂട്ടുകാരനുണ്ട്, മാർക്കോയുടെ കൂട്ടുകാരൻ്റെ ഒരു കൈയുടെ ഈ ഒരു ഭാഗം അറ്റുപോയി. ആ അറ്റുപോയ കൂട്ടുകാരനും മാർക്കോയും കൂടെ വണ്ടിക്കകത്തിരിക്കുന്നു. എന്നിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന ആ കൂട്ടുകാരനോട് മാർക്കോ ചോദിക്കുന്നു, എടാ നിനക്ക് വേദനയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അതിനകത്ത്. ആ രംഗം കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നൊരു സീനുണ്ട്, മഴത്തുള്ളിക്കിലുക്കത്തിനകത്ത് ദിലീപേട്ടൻ്റെ ഒരു സീനുണ്ട്. എങ്ങനെയുണ്ട്, വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. പിന്നെ നോർമൽ ആക്ഷൻ സിനിമയിലെല്ലാം കാണുന്ന പോലെയുള്ള സ്ഥിരം ക്ലീശ സാധനങ്ങളൊക്കെ ഇതിനകത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. നായകന് ചുറ്റും 10-30 ആൾക്കാർ വടിവാളും വെട്ടുകത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നായകൻ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളെ ആയിരിക്കും അടിക്കുന്നത്. ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരിങ്ങനെ കത്തിയായിട്ട് ഇങ്ങനെ ഓങ്ങി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഒന്ന് വെട്ടിയാൽ അവിടെ തീരും, പക്ഷേ വെട്ടത്തില്ല, ഇങ്ങനെ നിൽക്കും. ഇത് സ്ഥിരം ആക്ഷൻ സിനിമയിലുള്ള കുറച്ച് കാര്യങ്ങളല്ല, അത് ഇതിനകത്തിൽ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഒരു ഫൈറ്റ് സീൻ എനിക്ക് വേറൊരു സിനിമയുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പുഷ്പ 2-ലെ ഒരു ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഫൈറ്റ് സീനുമായിട്ട് ഏകദേശം സാമ്യം എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കോ സിനിമയിലെ ആണെന്ന് തന്നെ പറയും. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആണോ തോന്നിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നൊരു കാര്യം പറയാനുള്ളത്, മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ണിമൂന്നിന് ശരണം വിളിച്ച ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരണമായിരിക്കില്ല വിളിക്കാൻ പോകുന്നത്, വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം രണ്ടും ഡിഫറൻറ്റ് പടങ്ങളാണ്. അതിനെ അങ്ങനെ തന്നെ കാണണം. അത് വേറെ ഇത് വേറെ. അങ്ങനെയുള്ള ഓഡിയൻസിന് ഒരിക്കലും കാണാൻ പറ്റുന്ന ഒരു ഫിലിം അല്ല ഇത്. നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രീം വയലൻസ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം വയലൻസ് ക്ലൈമാക്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ വയലൻസ് ഉണ്ട്. പക്ഷേ ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ വളരെ എക്സ്ട്രീമായിട്ടുള്ള വയലൻസ് അതിനകത്തിൽ കാണാൻ പറ്റും. പിന്നെ നോർമൽ എല്ലാ ആക്ഷൻസിനും, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ആക്ഷൻ സിനിമയിലും ഉള്ള ഒരു സാധനമാണ്. ഇതൊരു സ്പോയിലറൊന്നുമല്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാ ആക്ഷൻ സിനിമയിലും ഇപ്പോൾ കാണിക്കുന്നത് സെക്കൻഡ് പാർട്ട്. അതിനുള്ള ഒരു ലീഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവി തന്നെയാണ്. ഒരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നേരത്തെ പറഞ്ഞത് നിങ്ങൾ വീണ്ടും ഓർക്കുക, ഇങ്ങനത്തെ കുറച്ച് രംഗങ്ങളുണ്ട് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ആ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങളിത് പോയി കാണാവൂ. അതല്ലാത്തൊരാളാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ഫിലിം പോയി കാണരുത്. കാരണം പടം A സർട്ടിഫിക്കറ്റാണ്. സെക്ഷുവൽ കണ്ടൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഈ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ മാർക്കോ സിനിമയെക്കുറിച്ച് പറയാനായിട്ട്. ഇനിയും കൂടുതൽ പറയാനുണ്ട്. പക്ഷേ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോവും. പിന്നെ നിങ്ങൾ സിനിമ കാണുന്നതുകൊണ്ട് യാതൊരു വിധ ഗുണവും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇനിയും ബറോസ് 25-ാം തീയതി റിലീസാവുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.